ആദ്യമായിട്ട് ആണവായുധം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. എന്നാൽ ഇന്ന് 5459 ആണവായുധങ്ങളുമായിട്ട് എണ്ണത്തിൽ റഷ്യയാണ് മുന്നിലുള്ളത്. ഇതെങ്ങനെയാണ് സാധ്യമായത്? എങ്ങനെയാണ് റഷ്യക്ക് ആണവായുധങ്ങളുടെ ഈ ഒരു ടെക്നോളജി കിട്ടിയത്? 1941 അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അങ്ങനെയിരിക്കെ 1942 അവസാനമാണ് സോവിയറ്റ് യൂണിയൻ എന്ന റഷ്യയുടെ ചാരന്മാര് അമേരിക്കയുടെ ആണവ പ്രോഗ്രാമായിരുന്ന മാൻഹാട്ടൻ പ്രോജക്ടിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ അതിസമർത്ഥമായിട്ട് ആ ഒരു ഫെസിലിറ്റിക്കുള്ളിലേക്ക് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ചാരന്മാരെ നിയോഗിച്ചു. 45 അമേരിക്ക ജപ്പാനില് ആണവായുധങ്ങൾ വിക്ഷേപിച്ചപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് എത്രമാത്രം പവർഫുൾ ആണ് ഈ ഒരു വെപ്പൺസ് എന്ന്. ക്ലൗസ് ഫ്യൂസ് എന്ന ജർമ്മനിയിൽ ജനിച്ച ശാസ്ത്രജ്ഞൻ ആണവായുധങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അമേരിക്കയ്ക്ക് കൈമാറാൻ തുടങ്ങി. ബോംബുകൾ വിക്ഷേപിച്ച് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ സോവിയറ്റ് ചാരന്മാര് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചു. അമേരിക്കയുടെ ഫാറ്റ്മാൻ ബോംബിന്റെ മെക്കാനിസം, പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. 1949 ആയപ്പോഴേക്കും റഷ്യ തങ്ങളുടെ ആദ്യത്തെ അറ്റോമിക് ബോംബ് പരീക്ഷിച്ചു. 4 വർഷത്തിന് ശേഷം ഹൈഡ്രജൻ ബോംബും. അങ്ങനെയാണ് അന്ന് കോൾഡ് വാർ തുടങ്ങിയത്. ഇനി നിങ്ങൾക്ക് അമേരിക്കനെയാണോ റഷ്യനെയാണോ കൂടുതൽ ഇഷ്ടം? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.